കൊല്ലം ചടയമംഗലത്ത് മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ കേസിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. കേസിലെ ഒന്നാം പ്രതി ജസീം ഒളിവിലാണ്. 50ഓളം മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളുമാണ് പ്രതികൾ മോഷ്ടിച്ചത്. കല്ലമ്പലം സ്വദേശികളായ അല്ലമീൻ, മുഹമ്മദ് ആഷിഖ്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. സംഭവ ദിവസം പുലർച്ചെ 1:30 മണിയോടെ ചടയമംഗലത്തെ മൊബൈൽ ഷോപ്പിന്റെ പിൻഭാഗം പൊളിച്ച് അകത്തു കയറിയായിരുന്നു മോഷണം. 50ഓളം മൊബൈൽ ഫോണുകളും 3 ലാപ്ടോപ്പുകളും ഷോപ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഒളിവിലുള്ള ഒന്നാം പ്രതി ജസീമും അല്ലമീനും ചേർന്നാണ് കടയ്ക്കുള്ളിൽ കയറി മോഷണം നടത്തിയത്. പിന്നാലെ കാറിൽ കാത്തുനിന്ന സഹായികളുടെ പക്കൽ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് മോഷണം മുതൽ വിൽക്കുന്നതിന് വേണ്ടി ജസീമും അല്ലമീനും കാറിൽ എറണാകുളത്തെത്തിയെങ്കിലും വിൽപ്പന നടന്നില്ല. തുടർന്ന് ചെന്നൈയിലെത്തിച്ചാണ് മൊബൈൽ ഫോണുകൾ വിറ്റയച്ചത്. പരാതിയെ തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ചടയമംഗലം പോലീസ് പ്രതികളിലേക്ക് എത്തുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ CCTV പലതും നോക്കി. അതുപോലെ ഇവർ വണ്ടിയിലാണ് വന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി നമ്മൾ ട്രേസ് ചെയ്ത് ഈ CCTV ഫുട്ടേജ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് ഏകദേശം ഒരു 100ഓളം CCTV ഫുട്ടേജുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ 2 പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതികളുമായിട്ട് അസോസിയേറ്റ്സ് ഒരു 2 സുഹൃത്തുക്കളുണ്ട്. അവർ നേരിട്ട് ഈ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ഇവർക്ക് സഹായിയായിട്ട് ഇതിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഇവർ ഈ സാധനങ്ങൾ മോഷ്ടിച്ച് ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഉടനെ തന്നെ ഈ സാധനങ്ങൾ വിൽക്കാനായിട്ട് അന്യ ജില്ലകളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും. പിടികൂടിയ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കേസിൽ ഒന്നാം പ്രതിയായ ജസീമിന്റെ ഉടമസ്ഥതയിൽ കല്ലമ്പലത്തുള്ള പഞ്ചറുകടയിൽ നിന്നും ലാപ്ടോപ്പുകളും ബാക്കി മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു. ഒളിവിലുള്ള ജസീമിനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. ജനം, കൊല്ലം.